ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ബിഗ് ബോസിൽ വീണ്ടും അടുക്കളയിൽ കയറിയിട്ട് അടി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ അനുമോളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ബിഗ് ബോസിൽ അതായത് അടുക്കളയിൽ അനുമോൾ എന്ന് കയറിയോ അന്നെല്ലാം അവിടെ പോരിനടി നടന്നിട്ടുണ്ട്. ഈ ലേറ്റസ്റ്റ് ഷാനവാസിന്റെ ഒരു ഇഷ്യൂ ഹോസ്പിറ്റൽ ചെയ്ത സമയത്ത് പോലും അനുമോളുടെ ഡ്യൂട്ടി അടുക്കളയിൽ കൃത്യമായിട്ട് ചെയ്യാത്തതിന്റെ ഒരു ഇഷ്യൂ ആണ് ഷാനവാസിന്റെ ഇവരും തമ്മിലുള്ള നല്ലൊരു ഇഷ്യൂ നടന്നത്. ഇപ്പൊ വീണ്ടും അനുമോളും ആദിലും തമ്മിൽ ഒരു പ്രോബ്ലം നടന്നിരിക്കുന്നത്. അതായത് അനുമോൾക്ക് ഒരു പുള്ളിക്ക് നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും ഓർഡർ ചെയ്യാറുണ്ട്. കാരണം കിച്ചൺ ടീമിൽ ഇപ്പൊ സാബുമേനുണ്ട്, അനുമോളുണ്ട്, ആദിലിന്റെ നൂറുണ്ടെങ്കിലും അവരെക്കാളും കൂടുതൽ അവിടെ വർക്ക് ചെയ്യണത് എല്ലാ കാര്യങ്ങളും ചെയ്യണതും കുക്ക് ചെയ്യണതെല്ലാം അനുമോൾ തന്നെയാണ്. ആ ഒരു കാര്യം സമ്മതിച്ചു പറ്റും. പക്ഷെ പുള്ളിക്കാരിക്ക് അവർ പിടിച്ച് മൊയിലിന് 3 കൊമ്പ് 4 കൊമ്പ് എന്നുള്ള രീതിയിലാണ് അവരുടെ ചില സമയത്തുള്ള പെർഫോമൻസ്. അതായത് ഇപ്പൊ അവര് ആവശ്യത്തിലധികം അവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെതിരെ അനീഷ് അല്ലെങ്കിൽ അതിലേക്ക് സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ ഒരു സ്റ്റാൻഡിന് ഉറച്ചു നിൽക്കണം. അത് ന്യായം അവരുടെ ഭാഗത്താണെങ്കിലും അനീഷ് സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗത്താണ്, അല്ലെങ്കിൽ നെവിൻ അതിലേക്ക് സംസാരിക്കുമ്പോൾ അതിലാണ് ന്യായം എന്നുണ്ടെങ്കിൽ കൂടി ഇവർക്ക് കാര്യം മനസ്സിലായാലും ഇവര് പിടിച്ച മുമ്പ് പറഞ്ഞു ഇവർക്ക് പിടിച്ച മുയലിന് 3-4 കൊമ്പ് എന്നുള്ള രീതിയിലാണ് അനുമോളുടെ സംസാരം. ഈ ഒരു മാറ്റർ മാത്രമാണ് നമ്മൾ അനുമോളിന് നെഗറ്റീവ് ഇമ്പാക്റ്റിനെ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. അതായത് എല്ലാത്തിലും കയറിയിട്ട് അനാവശ്യമായിട്ടുള്ള ഒരു പിടിവാശി, അത് കഴിഞ്ഞാൽ അപ്പുറത്ത് മാറുന്ന കരയുക, അങ്ങനെയുള്ളൊരു ചില കലാപരിപാടികൾ മാറ്റി നിർത്തിയാൽ അനുമോൾ നല്ലൊരു ഗെയിമർ തന്നെയാണ്. ഇന്നത്തെ വഴക്കിന്റെ പ്രധാന കാരണത്തിലേക്ക് വരികയാണെങ്കിൽ അനുമോളിൽ പിടിവാശി. അതായത് അനുമോള് ആ അടുക്കളയിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഫുഡ് വിളമ്പുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്, നീ മാറി നിൽക്ക്, ഞാൻ ഫുഡ് സപ്ലൈ ചെയ്യും, നീ അവിടെ ഓംലെറ്റ് ഉണ്ടാക്കുന്നു പറയുമ്പോൾ അനുമോൾ അത് മെയിൻറ്റെയിൻ വെക്കുന്നത്, അതിൽ പറയുന്നത് മെയിൻറ്റെയിൻ വെക്കാതെ ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഫുഡ് ആവശ്യത്തിൽ കൂടുതൽ കറി കൊടുക്കുന്നുണ്ട്, ഫുഡിന്റെ ഒപ്പം തന്നെ കറി കൂടുതൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും അവിടെ കറി ബാലൻസ് വരുന്നുണ്ട്. അപ്പൊ അതിനെതിരെ ആദിലും അതുപോലെ തന്നെ സാബുമാനൊക്കെ സംസാരിക്കും. അതായത് കറി ഒപ്പം വിളമ്പി വെക്കുള്ളൂ, അതായത് ബാലൻസ് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഓൾറെഡി കറി എല്ലാവർക്കും ആവശ്യത്തിന് അധികം കൊടുത്തു കഴിഞ്ഞു, ഇനി 2ാം പ്രാവശ്യമായിരിക്കും ചോറ് ചോദിക്കാൻ വരുന്ന സമയത്ത് അപ്പോഴും വീണ്ടും കറി കൊടുക്കണമല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ബാലൻസ് വെച്ചിരിക്കുന്നത് പറയുന്നുണ്ട്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അന്വേഷിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ കറി ഇഷ്ടം പോലെ പുള്ളിക്കാർ ബാലൻസ് വരുത്തിയിട്ടുണ്ട്, നല്ല രീതിയിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ബാലൻസ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് ഈക്വലാക്കാൻ വേണ്ടിയിട്ടാണ് ആദിലും സാബുമാനും സംസാരിച്ചത്, നെവിനും സംസാരിച്ചത്. പക്ഷെ ഇവരുടെ പിടിവാശി, അതായത് അടുക്കളയിൽ കയറി അടുക്കള ഭരണം ഫുള്ളായിട്ട് നമ്മുടെ അനുമോളിന് കിട്ടണം എന്നുള്ള രീതിയിലാണ് അഹങ്കാരം പിടിച്ചൊരു ചില സമയത്തൊരു വർത്തമാനമാണ് അനുമോൾക്ക്. സെയിം ആദിലും. ഇതിൽ അനുമോളുടെ വേറൊരു പോസിറ്റീവ് ആയിട്ടുള്ള വശം എന്താണെന്ന് വെച്ചാൽ അനുമോൾ അവിടെ A to Z കാര്യങ്ങൾ, അടുക്കളയിൽ A to Z കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലെ ആദിലെ നൂറെ പോലെ ചുമ്മാ അവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് ഒരു ക്യാമറ ഫോക്കസ് കിട്ടാൻ വേണ്ടിയില്ല, മറ്റൊരു ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ ഗെയിം അല്ല പുള്ളിക്കൊരു അടുക്കള ചെയ്തത്. അതായത് അടുക്കളയിൽ കയറിക്കാൻ നമ്മളൊരു വീട്ടിൽ എങ്ങനെ അടുക്കളയിൽ പെരുമാറും അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മുടെ അനുമോൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ആത്മാർത്ഥ്യം പുള്ളിക്കാരി കാണിക്കുന്നുണ്ട്. പക്ഷെ ചില ഭാഗങ്ങളിൽ എവിടേക്ക് ഒരു അനാവശ്യമുള്ള പിടിവാശികളൊന്നും മാറ്റി നിർത്തിയാൽ ഈ നല്ലൊരു ഗെയിമറാണ്, ഈ ഒരു മേഖലയിൽ നല്ലൊരു ഗെയിമറാണ് അനുമോൾ. അതായത് എനിക്ക് തോന്നുന്നത് ആത്മാർത്ഥം തന്നെ വെച്ചാൽ അവര് എല്ലാ കാര്യങ്ങളും, അതായത് മറ്റുള്ളവർക്കൊന്നും കൊടുക്കാതെ, അത് ഒന്നും സെൽഫിഷാണ്, അതായത് എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നുള്ള സെൽഫിഷ് ആണെങ്കിൽ കൂടി അവർ ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം ആത്മാർത്ഥമുണ്ട്. അടുക്കള കാര്യത്തിൽ ഇന്നത്തെ ലൈവ് നോക്കണമെങ്കിൽ മുഴുവൻ കംപ്ലീറ്റ് വർക്കും ചെയ്തിരിക്കുന്നത് അനുമോളാണ്. അതിലൊക്കെ വന്ന് വെറുതെ ഷോ കാണിക്കുന്നല്ലാതെ, ഷോ കാണിച്ച് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയാന്നല്ലാതെ അവിടെ കാര്യങ്ങളും ചെയ്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും ചെയ്തത് അനുമോൾ തന്നെയാണ്. അപ്പോൾ അതിനുള്ള റൈറ്റ്സ് അവർക്കുണ്ട്. എങ്കിൽ കൂടി എല്ലാവരും ഈക്വലായിട്ട്, അതായത് ഫുഡ് അത്രത്തോളം ബാക്കിയുള്ള സ്ഥിതിക്ക് എല്ലാവരും കൊടുക്കാമായിരുന്നു. പക്ഷെ അനീഷ് പറയുന്നുണ്ട് ഓൾറെഡി ഫുഡ് ആവശ്യത്തിന് കൊടുത്തു കഴിഞ്ഞു, അപ്പോൾ വേസ്റ്റ് ആക്കണ്ട, ഫുഡ് ഒരിക്കലും വേസ്റ്റ് ആക്കണ്ട എന്നുള്ള രീതിയിലാണ് അനുമോളിനെ സപ്പോർട്ട് ചെയ്ത് അനീഷ് സംസാരിക്കുന്നത്. ഇപ്പൊ അനുമോളും അനീഷും തമ്മിൽ നല്ലൊരു കമ്പനിയാണ്, നല്ലൊരു ബോണ്ടിങ് ആണ്. അനുമോള് ചിന്തിക്കുന്ന മറ്റൊരു കാര്യത്തിന് വെച്ചാൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. അതായത് അനുമോള് പറയണത് 2ാം തവണ ചോറ് ചോദിച്ച് വരുന്ന ആളുകൾക്ക് കറി ഒപ്പം കൊടുക്കണം. ആ 2ാം വർഷം ചോറ് ചോദിച്ച് വരുന്ന ആളുകളാണ് അങ്ങനെ ഒരു നിലപാട് വേണ്ട, അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതെന്ന് പറയുന്നത്. അത് ഈ അനുമോള് മനസ്സിലാക്കുന്നില്ല. അതായത് അനുമോള് സംസാരിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അവരത് മനസ്സിലാക്കുന്നത് അനുമോളെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എനിക്ക് തോന്നിയത് അതിലുൾപ്പെടെ അതിലേക്ക് ശരിക്കും ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് അനുമോളടുത്ത് കാണിക്കുന്നത്. അതായത് അനുമോൾ എങ്ങനെ ട്രിഗർ ചെയ്യണം, കരയിപ്പിക്കണം, ആ ഒരു റീച്ച് കുറയ്ക്കണം, അനുമോൾക്കുള്ള നിലയിലുള്ള റീച്ച് കുറയ്ക്കണം. അതായത് ഇവര് ഒരു ഫ്രണ്ട്ഷിപ്പ് പട്ടായ ഗേൾസ് എന്ന് അറിയപ്പെടുന്നവർ 3 പേര്. എനിക്ക് തോന്നുന്നത് ഇവർക്ക് അനുമോൾക്ക് ഇത്തിരി റീച്ച് ഉണ്ട്, അല്ലെങ്കിൽ അനുമോൾക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട് എന്നവർക്ക് മനസ്സിലാക്കിയിട്ടാണ് കുറച്ചു കാലം അനുമോൾ ചുറ്റിപ്പറ്റുന്നത് ആദില നൂറ്, പ്രത്യേകിച്ച് ആദില. അപ്പോ അത് അങ്ങനെയുള്ളവർക്ക് കുറച്ച് വോട്ട് ഞങ്ങൾക്ക് കിട്ടി, അല്ലെങ്കിൽ ആദിലേക്ക് കിട്ടിയ ശേഷം
ഇവരെ മെല്ലെ സ്കൂട്ടാക്കുക, അല്ലെങ്കിൽ ഇവരെ മെല്ലെ അങ്ങോട്ട് മാറ്റി നിർത്തുക, അതിലെ അനുമോൾ അങ്ങ് പതുക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് സ്വന്തമായിട്ട് ഗെയിം കളിക്കുക ഒരു തന്ത്രമാണ് തോന്നുന്നു നമ്മുടെ ആദിലയുടെ നൂറടി, പ്രത്യേകിച്ച് ആദിലയുടെ. കാരണം അനുമോൾക്ക് ആദിലോടുള്ള ഒരു കമ്മിറ്റ്മെന്റും ആദിലയ്ക്ക് അനുമോളോട് ഇല്ല. അത് നമുക്ക് ലൈവ് കൊണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് അത്രയ്ക്കും ഒരു എന്താ ഒറ്റ കൊടുക്കുന്ന ഒരു രീതിയിലാണ് പുള്ളിക്കാരി ആദില എന്ന് അനുമോള് സംസാരിച്ചത്. അനാവശ്യമായി ട്രിഗർ ചെയ്യുക, അനുമോള് അനാവശ്യമായി ട്രിഗർ ചെയ്യുന്ന ഒരു പരിപാടി കണ്ടത് നമ്മള്. ഇന്നത്തെ കാര്യത്തിൽ എനിക്ക് അനുമോളോട് തോന്നിയ ഒരു സഹതാപം എന്താണെന്ന് വെച്ചാൽ, ഒരു പോസിറ്റീവ്, ഞാൻ മുൻപ് പറഞ്ഞ പോസിറ്റീവുള്ള കാര്യം ഒരിക്കൽ കൂടി പറയാം. അനുമോള് ഒരുപാട് കഷ്ടപ്പെടുന്ന വളർന്ന വ്യക്തിയാണ്. അതായത് പലപ്പോഴും അനുമോൾ ഫുഡ് വേസ്റ്റ് ആക്കുന്നതിന് എതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം ചോറിന് തുല്യമായിട്ടുള്ള കറിയില്ലാത്തതുകൊണ്ട് ഫുഡ് വേസ്റ്റ് ആക്കാറുണ്ട്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടാവണം അനുമോള് കൃത്യമായിട്ട് ചോറ് ഇത്ര കറി ഇത്ര കൃത്യമായിട്ട് വിളമ്പിയത് രണ്ടാം തവണ ചോറ് ചോദിച്ചു വരുന്ന ഒരു കറി മാറ്റി വെച്ചിരിക്കുന്നത്. അതായത് കറി ഇല്ലത്തിന്റെ പേരിൽ ആരും ചോറ് കളയരുത്, അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് ആക്കരുത് എന്നുള്ള ഒരു കാൽക്കുലേഷൻ പ്രകാരമായിരിക്കണം അനുമോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അത് മനസ്സിലാക്കാത്ത അനുമോള് വളരിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത് ഇന്ന് വരെ. പക്ഷെ ഇതിൽ അനുമോള് ഒരു പിടിവാശി ഉണ്ടെങ്കിൽ കൂടി, കാരണം ഇവര് അനുമോള് ആരൊക്കെ കൊണ്ടാണ് സപ്പോർട്ട് ചെയ്യണത്, അവരിതിനാണ് അനുമോളിനെ ഇങ്ങോട്ട് ട്രിഗർ ചെയ്യണത്. അപ്പൊ അത് മനസ്സിലാക്കുന്ന ഒരു വിവരം അനുമോൾക്ക് ഇല്ലാതെ പോയി. പക്ഷെ എങ്കിൽ കൂടി അനുമോളുടെ ഒരു ഉദ്ദേശ ശുദ്ധി എന്ന് പറയുന്നത് നല്ല കാര്യമാണ്.